അല്ല, കാസർഗോഡിന് ചുമതല ഏൽപ്പിക്കുമ്പോൾ തന്നെ CM പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കാസർഗോഡ് CM അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള യാത്ര ആരംഭിക്കുമ്പോൾ കാസർഗോഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൃത്യമായ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ്. അത് എങ്ങനെയാണ് ഇവിടെ നടപ്പിലാക്കാവുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ കൂടിയാണ് ഇന്നത്തെ യോഗം എന്ന് പറയുന്നത്. കളക്ടറെടുത്ത് ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് യോഗങ്ങളുണ്ട്. അതിൽ പ്രാഥമികമായ യോഗം ഇതൊന്ന് പഠിക്കാന്നുള്ള ആൾക്കാണ് എങ്ങനെയാണ് നമ്മൾക്ക് കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടത്. പ്രധാനപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കാസർഗോഡിലെ ഏറ്റവും സുപ്രധാനമായ വിഷയം കാസർഗോഡിലെ മെഡിക്കൽ കോളേജ് ആണ്. ആരോഗ്യ മേഖലയാണ്. മെഡിക്കൽ കോളേജ് എന്ന് മാത്രം പറഞ്ഞുകൂടാ, ആരോഗ്യ മേഖലയാണ്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ ഒരു ബോർഡർ സ്റ്റേറ്റ് എന്നുള്ള നിലക്ക് ഈ രണ്ട് വിഷയത്തിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് കർണാടകയാണ്. അതുപോലെ തന്നെ ടൂറിസം അത് ചില സാധ്യതകളുടെ വിഷയമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റതൊരു ബേസിക് നീഡ്സാണ്, മറ്റേ സാധ്യതയാണ്. അതുപോലെ തന്നെ സിറ്റി ട്രാഫിക്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാം പ്രയോറിറ്റി അനുസരിച്ച് പരിശോധിച്ച് ഇവിടുത്തെ MLA-മാരുടെയും ഒക്കെ സഹായത്തോടു കൂടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടു കൂടെ അതിനെ കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്. എൻഡോസൾഫാനിൻ്റെ വിഷയത്തിൽ നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു യുവജന രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുന്ന സമയത്ത് പോലും പലതവണ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട പല സമരങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു പെയിൻ ഞാൻ അതിനെക്കുറിച്ച് പരിശോധിച്ചു വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു കൃത്യമായ ഷെൽട്ടർ പോലും ഇല്ലാത്ത കുറേ പ്രശ്നങ്ങൾ. ഞാനിത് ഈ അടുത്ത കാലത്ത് ഒരു NGO ആയിട്ട് ബന്ധപ്പെട്ട് അതിലെ കുറച്ച് ആളുകളെ കാണാൻ പോവുകയും ചെയ്തിരുന്നു. വലിയ പ്രയാസം അവരനുഭവിക്കുന്നുണ്ട്. ചെറിയൊരു ഇഷ്യൂസൊന്നുമല്ല. ആ ഒരു മീറ്റിംഗ് ചേരുക എന്ന് പറയുന്ന ഒരു ഫോർമൽ നടപടിക്രമത്തെക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് തീർച്ചയായിട്ടും പരിശോധിക്കും. ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ എന്തായാലും അവരുണ്ടാവും. പുറത്ത് നിൽക്കാൻ മീൻസ് പട്ടിക പുറത്താണ്. അപ്പോൾ അവരെ കൂടി ആ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് അവരുടെ മേജറായിട്ടുള്ള ഡിമാൻഡ്. അപ്പോൾ ആ ഡിമാൻഡ് അംഗീകരിക്കുന്ന പറയും വീണ്ടും ഒരു ക്യാമ്പ് എന്നൊക്കെ നേരത്തെ പറഞ്ഞെങ്കിലും ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അവർക്ക് ഇത് അഡ്രസ് ചെയ്യാൻ ഒരു വേദിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ എൻഡോസൾഫാനിലെ ഒരുപടി ഇരകൾ മരിച്ചുപോയി. അവരുടെ അവരെ പരിചരിച്ച് ജീവിതം നഷ്ടപ്പെട്ടു പോയി അതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടാകും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവർ പട്ടികയിൽ വരുന്നതും വരാത്തതുമായ പ്രശ്നങ്ങളല്ല. പട്ടികയിലുള്ളവരുടെ കാര്യം പോലും വേണ്ട വിധത്തിലുള്ള പരിഗണനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ വിഷയത്തിൽ പരിഗണനാർഹമായ ഒരു ഇടപെടൽ എന്നുള്ളതല്ല അതിന് പറയേണ്ട ഒരു കാര്യം. ഏറ്റവും മാനുഷികമായിട്ട് നമ്മളൊക്കെ പരിഗണിക്കേണ്ടുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെന്ന് ഇടപെടേണ്ടുന്ന വിഷയത്തിലുള്ള പൂർണ്ണാർത്ഥത്തിലുള്ള ഇടപെടലുണ്ടാവും. അതിന് സെപ്പറേറ്റ് തന്നെ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് പരിശോധിക്കും. എന്തായാലും കാസർഗോഡ് സംബന്ധിച്ചിടത്തോളം നേരത്തെയൊക്കെ വലിയ പറഞ്ഞിരുന്നത് വർഗീയ സംഘർഷങ്ങൾ ധാരാളമുണ്ടായിരുന്നു. പിന്നീട് അത് ഒരു കൊലപാതകത്തിന് ശേഷം ആൾക്കാർക്ക് പരവണം ചെയ്തത് തുടർന്ന് വർഗീയ സംഘർഷങ്ങൾ കുറഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മഞ്ചേശ്വരം പശുക്കളുമായി വരുന്ന ആളുകളെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാളുകളോ അല്ലെങ്കിൽ പോത്തുള്ളക്കാർ വരുന്ന ആളുകളെ തടഞ്ഞു നിർത്തുകയും വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിയ അവസ്ഥ അതിന് തെരഞ്ഞെടുപ്പിന് ശേഷവും വേണ്ട. ഒന്നുമല്ല, 2 സംഭവങ്ങൾ, അതിലപ്പുറം സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിന് എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ? അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിൽ തികഞ്ഞ ജാഗ്രതയുണ്ടാവും. ഞാനൊരു കമൻ്റ് അതിനകത്ത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാതെ പറയാൻ ഉദ്ദേശിക്കണില്ല. അത് ആ ഒരു സിംഗിൾ വിഷയമല്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ബാധ്യതയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കൂടുതലുണ്ടാവും. നിങ്ങൾ പറഞ്ഞ വിഷയം തീർച്ചയായിട്ടും അത് പരിശോധിക്കും. എന്തായാലും ഉദ്യോഗസ്ഥന്മാരുടെ ഒഴിവുകൾ പല മേഖലയുണ്ട്. ഇപ്പം ഞാൻ LSGD ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മന്ത്രി എന്നുള്ള നിലക്ക് ഞാനിപ്പോൾ അടുത്ത് പരിശോധിച്ച് നോക്കി. നമ്മുടെ പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുഴുക്കെ, അത് കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ഒക്കെ എമാരുടെ ഒഴിവ് പോലും 10-500-ലധികം ആളുകളുണ്ട്. ഞങ്ങൾ PSCയോടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ എന്താ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കേരളത്തിൽ സമീപകാലത്ത് ഈ PSC ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ പുറത്തു വരികയും എന്നാൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ അതിങ്ങനെ ചെറുപ്പക്കാരുടെ തൊഴിൽ സാധ്യതകൾ തടയപ്പെടുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം മന്ത്രിയായി ഒരു ആഴ്ചയുടെ ഉള്ളിൽ കൊടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു കടൽ പോലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളോടും അടിയന്തരമായിട്ട് അവരുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം കൊടുത്ത ഉത്തരവുകളിലൊന്ന്. അതെല്ലാ കേരളത്തിലെല്ലാ വകുപ്പുകളിൽ അതുണ്ടാവും. പരമാവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നതോടൊപ്പം തന്നെ തൊഴിലിൽ ആളുകൾ വരേണ്ട പ്രശ്നം പരിഹരിക്കുക. നിങ്ങൾ പറഞ്ഞ പോലെ
വേക്കൻസികൾ പരിഹരിക്കാനുള്ള ശ്രമവും രണ്ടും കൂടെ ഒരുമിച്ചുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സർക്കാരിന്റെ ഏറ്റവും അഭിമാന പദ്ധതിയായിട്ടുള്ള പ്രിയദർശിനി പദ്ധതി ഇന്ന് ആരംഭം കുറിക്കുകയാണ്. ജില്ലയിലെ യാത്രാക്ലേശങ്ങൾക്കടക്കം ഒരു പരിധിവരെ അതൊരു പരിഹാരമാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ജില്ലാതല ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായിട്ടുള്ള അങ്ങ് ഇവിടെ ഉള്ളപ്പോൾ അങ്ങയുടെ അസാന്നിധ്യം അവിടെ ഒരു കുഴപ്പമില്ല. അതങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രദ്ധപ്പെട്ടവിടെ നിന്നോട്ടെ. ഞാൻ തന്നെ എല്ലായിടത്തും വേണമെന്നുള്ള ഒരു നിർബന്ധമില്ല. അതായത് MLA മാർ മാത്രം മതി. ആചാരി നമ്പർ നോക്കിയിട്ട് നിങ്ങൾ ആ പദ്ധതിയുടെ എന്നോട് ഇന്ന് എൻ്റെ മണ്ഡലത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഇങ്ങനെ കാസർഗോഡിൻ്റെ ചുമതലയാണ്. പ്രിയദർശിനിൻ്റെ ഉദ്ഘാടനത്തിൽ എൻ്റെ അസാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന എല്ലാ കുഴപ്പവും ഞാൻ ഇവിടുത്തെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് പരിഹരിക്കുന്നതായിരിക്കും. ഒരു കുഴപ്പമില്ല. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല കടന്നുകയറ്റം എന്നുള്ള മാത്രമല്ല, വളരെ ആസൂത്രിതമായിട്ട് നമ്മൾക്കിടയിലൊക്കെ അത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങളുടെ ശ്രമം നടക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും. ആ ചർച്ചകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ നിലപാടുകൾ അതിനകത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെപ്പോലെ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് ജനങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളതിങ്ങനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നടപടികൾ എടുക്കേണ്ട ഘട്ടങ്ങൾ വരുമ്പോൾ നടപടികൾ എടുക്കും. അതൊരു സ്പെസിഫിക് ആയിട്ടൊരു വിഷയം പറഞ്ഞിട്ട് ഏറ്റവും ഭീകരമായ പ്രശ്നം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പിന്നെ നമ്മൾ വിവാദങ്ങൾ ഉണ്ടാക്കി ചർച്ചകളെ വഴിതിരിച്ചു പോകേണ്ട വിഷയം എന്നുള്ള നിലക്കല്ല, മറിച്ച് കേരളത്തിൻ്റെ ഒരു നമ്മൾ പറഞ്ഞല്ലോ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ, ഒരു സെക്കുലർ ഫാബ്രിക്കിനെ അപകടപ്പെടുത്താത്ത വിധത്തിൽ കേരളത്തിൽ എൻ്റെ രാഷ്ട്രീയവും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും എല്ലാ മേഖലയും കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ സ്വാഭാവികമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് വളരെ വ്യതിരിക്തമായിട്ടുള്ള നിലപാടുകൾ വെച്ച് പുലർത്തുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്റും അവരുടെ ആശയവും അവരുടെ ഐഡിയോളജിയും അതിന് വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കേരളവും തമ്മിൽ ആശയപരമായ സംഘടനകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ആ സംഘടനകൾ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ പറയാതിരിക്കുന്നുണ്ടോ, ഞങ്ങളുടെ നിലപാടുകൾ സ്വീകരിക്കാതിരിക്കുന്നുണ്ടോ എന്ന് വരുമ്പോൾ മാത്രമേ അത് പറയേണ്ടതുള്ളൂ. എല്ലാ സമയത്തും ഇങ്ങനെ നമ്മളുടെ ഈ പത്രസമ്മേളനങ്ങളിലെ നിരന്തര ചോദ്യങ്ങളിലേക്ക് അത് കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറുപടി പറഞ്ഞത് എന്താ വെച്ചാൽ ഈ RSS നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല. RSSന്റെ പരിപാടിയിൽ VC-മാർ പങ്കെടുക്കുന്നതിന് എന്തിനാണ് ഇത്തരത്തിൽ വിവാദമാക്കുന്നതെന്നാണ് ഈ മുരളീധരൻ മറുപടി പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ആദ്യം ഇതിൽ മാപ്പ് പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്നാണ് K. സുരേന്ദ്രൻ പറഞ്ഞത്. മുമ്പ് VD സതീശൻ RSS വേദിയിൽ പങ്കെടുത്ത കാര്യം ചൂണ്ടിക്കാണിച്ചു. ഈ നിരോധിക്കപ്പെടാത്ത സംഘടനകൾ ചെയ്യുന്നതൊക്കെ നേരാണെന്നുള്ള അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെൻ്റെ മുമ്പിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ നിൽക്കില്ലല്ലോ. ഞാൻ നിരോധിക്കപ്പെടാത്തൊരു സംഘടനയുടെ, നിരോധിക്കപ്പെടാത്തൊരു മുന്നണിയുടെ ഔദ്യോഗികമായൊരു മന്ത്രി എന്നുള്ള കേൾക്കുന്നത്. ആ ചോദ്യത്തിൽ, ആ ഉത്തരത്തിൽ തന്നെ ചില ഒളിച്ചുകളികളുണ്ട്. നിരോധിക്കപ്പെടാത്തത് കൊണ്ട് എല്ലാ സംഘടനകളും ശരിയാണ് എന്ന് ഇന്ത്യയിൽ പറയാൻ കഴിയില്ല. അതൊരു പ്രോസസ്സ് മാത്രമാണ് നിരോധിക്കുക, അംഗീകാരം കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതൊരു റെലവൻ്റ് അല്ല. ഞാനിപ്പോൾ അതിൽ അഭിപ്രായം പറയണില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കത് ഇപ്പോൾ അഭിപ്രായം പറയണില്ല. അതിൽ കേരളത്തിലെ അഭിപ്രായം പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആരാ പറഞ്ഞത് തെറ്റല്ലെന്ന്? ഞാൻ പറഞ്ഞല്ലോ, വളരെ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആശയ നിലപാടുകളോട് വിയോജിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോമൺ പോളിസി എന്ന് പറയുന്നത്. ആ നിലപാടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഈ മൈക്കുമായിട്ട് വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇവിടെ വന്നത് കാസർഗോഡുമായി ബന്ധപ്പെട്ട കാസർഗോഡിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു മന്ത്രി എന്ന നിലക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അതേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങ് പറയുന്നു വെച്ചിട്ട് എല്ലാത്തിനെയും വിശദീകരിച്ച് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ പറയാം, അന്ന് പറയട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ വന്നത് അതിനാണ്. നിങ്ങൾ എൻ്റെ മുമ്പിൽ വരുന്നതിൻ്റെ പ്രയോറിറ്റിയും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രി ഒരു ജില്ലയുടെ ചാർജ് ഏറ്റെടുക്കും, അവിടുത്തെ ഡെവലപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടാണ് വേണ്ടതെന്നാണ്. എന്നോട് ചോദിക്കാവുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമുണ്ട്. ഞാനിവിടെ ഉണ്ടാവും. അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഇതിനകത്ത്. എല്ലാത്തിനും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എൻ്റെ ഇതിനകത്തുനിന്ന് കിട്ടിയിട്ട് ഈ വന്ന ഉദ്ദേശത്തിൻ്റെ ലക്ഷ്യം മാറിപ്പോരുന്നു മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, കാസർഗോഡിൽ നമ്മൾ പരിഗണിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ 2-3 കാര്യങ്ങളൊന്ന് വിദ്യാഭ്യാസമാണ്. ആരോഗ്യം പോലെ തന്നെ വിദ്യാഭ്യാസമാണ്. മറ്റത് ഞാൻ പറഞ്ഞു, ടൂറിസം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, അത് വേറെ കാര്യമാണ്. ഏറ്റവും പരിഗണനയിൽ വരേണ്ടുന്ന വിഷയമാണ് വിദ്യാഭ്യാസം. നമ്മുടെ കുട്ടികൾ ആകെ കാസർഗോഡുകാർ എന്തൊക്കെ പറയുമ്പോഴും നമ്മൾ അന്യ സ്റ്റേറ്റ് ആവാം, പക്ഷേ അവർ രക്ഷപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ട് വെച്ചാൽ അവരുടെ മക്കൾ ബുദ്ധിമുട്ടാതെ പോകുന്നത് കർണാടകയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അതിനെ ഇങ്ങനെ എഴുത്തി കണ്ടിട്ടൊന്നും കാര്യമില്ല.
നമ്മളതിന് നമ്മളുടെ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കാസർഗോഡ് ജില്ലക്ക് ആ വിഷയത്തിൽ പ്രഥമ പരിഗണന തരും. ഇത് ഞാൻ മറ്റൊരു ജില്ലയിലും പോയി പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞ ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ചാർജ് എടുത്തിട്ട് സമയമാവുന്നേ ഉള്ളൂ. നിങ്ങൾ കാത്തിരിക്ക്, തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും. അല്ല, അതിൻ്റെ ഒരു സമയമുണ്ട്. അത് പറഞ്ഞിട്ട് തരാം. ഞങ്ങൾ ഫലം പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രം വന്നിരുന്നൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിലുള്ളത്. അല്ല, തീർച്ചയായിട്ടും ആ ബുദ്ധിമുട്ട് ഇപ്പം അനുഭവിക്കും നമ്മൾ, ഒരു സംശയമില്ല. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കും നമ്മൾ, ഒരു രക്ഷയില്ല. അതിനകത്ത് അത് നിങ്ങൾ സർക്കാരിൻ്റെ വീഴ്ചയാണെന്നോ ശ്രദ്ധിക്കാത്ത കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളും അത് കേൾക്കലേ നിവൃത്തിയുള്ളൂ. ഞാൻ പറയുന്നത് അത് പരിഹരിക്കും. ഞങ്ങളുടെ ഒരു കാലയളവിൽ അധികം വൈകാതെ ആ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും.